ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് കേരളത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ജില്ലയിലാണ്. അതായത് എൻ്റെ സ്വന്തം വയനാട് ജില്ലയിലാണ്. ഞാൻ ജനിച്ച നാടാണ് വയനാട്. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലത്തിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ട്രാവൽ ചെയ്ത് എത്തേണ്ട ഒരു അമ്പലമാണിത്. പോകുന്ന വഴിയെല്ലാം വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് മാനിനെയും മയിലിനെയും ആനേനെയൊക്കെ കാണാനുള്ള ഒരവസരമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. ഇതെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്. നമ്മൾ പോകുന്നതും ലേറ്റ് നൈറ്റും ഏർലി ടൈമൊന്നും പോകാൻ പാടില്ല. സോ നമ്മൾ രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 7 o'clock കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ആനേനെ കണ്ടു, മാനുകളെ കണ്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്. സംടൈംസ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് കെയർഫുള്ളായിട്ട് വണ്ടി ഒന്നും ഇടയ്ക്ക് അധികം നിർത്തി നമ്മൾ ഇറങ്ങാനൊന്നും പാടില്ല. സോ അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി നമ്മൾ മലകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മളിപ്പോൾ പോകുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറലി ഡിവൈൻ ആയിട്ടുള്ളൊരു അമ്പലമാണ്. അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയും നമുക്ക് ആ ഒരു ഫീലാണുള്ളത്. ബ്രഹ്മഗിരി മലനിരകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അമ്പലം ഇരിക്കുന്നത് ആ ഒരു മലനിരകളുടെ നടുവിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോവാം. ഇതാണ് തിരുനെല്ലി ക്ഷേത്രം. ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ താമസിക്കാൻ അവിടെ ഹോട്ടലും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ തന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പം തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ എന്താ പറയുക, മരിച്ചു പോയവരുടെ ആത്മശാന്തിക്കായി നടത്തുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ പ്രസിദ്ധി. ഈ സ്ഥലം എന്ന് പറയുന്നത് കർണാടക കേരള അതിർത്തിയിലുള്ളൊരു പ്രദേശമാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ബ്രഹ്മഗിരി മലനിരകൾക്ക് ഇടയിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്. ഭയങ്കര ഒരു കാം ആൻഡ് കൂൾ പ്ലേസ് ആണ് അത്. ഫുൾ അവിടെ ഒരു പക്ഷി സങ്കേതം, അത് ബേർഡ് സാങ്ച്വറി എല്ലാം ഉണ്ട്. അപ്പോൾ ഫുൾ കിളികളുടെ സൗണ്ട് ആയിരിക്കും അമ്പലത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ അമ്പലത്തിൽ ഒരു നല്ലൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ പോകുമ്പോഴേക്കും ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു റീകൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. പണ്ട് ഈ അമ്പലം ഇങ്ങനെയല്ലായിരുന്നു. ശരിക്കും പഴയ ഒരു അമ്പലം, ഭയങ്കര ഫുൾ ഓടിട്ട ഒരു അമ്പലം. അതെല്ലാം കരിങ്കൽ തൂണുകളിലുള്ള ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ കരിങ്കൽ തൂണുകളും ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പുതിയ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ശരിക്കും പഴയ അമ്പലം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണിത്. ഇപ്പം ഇതൊരു റീകൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന അമ്പലം അവിടെ. തിരുനെല്ലി ക്ഷേത്രത്തിന് ദക്ഷിണ കാശി എന്ന് നമ്മൾ അറിയപ്പെടുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണ് പാപനാശിനി നദി ഉള്ളത്. പാപനാശിനി നദി എന്ന് പറയുന്നത് ഈ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയൊരു നദിയാണ്. ചെറിയൊരു അരുവി പോലെ ചെറിയൊരു നദിയാണ്, വലിയൊരു പുഴ പോലെയൊന്നുമല്ല. അപ്പം ഇതെല്ലാം കൂടെ ഒഴുകി വന്ന് ക്ഷേത്രത്തിനോട് അടുത്തെത്തുമ്പോഴാണ് അതിനെ പാപനാശിനി എന്ന് വിളിക്കുന്നത്. ഈ പാപനാശിനിയിലേക്കുള്ള വഴിയാണിത്. അമ്പലത്തിൻ്റെ പുറകിലത്തെ ഒരു സൈഡിൽ നിന്നൊരു സ്റ്റെപ്പുകളുണ്ട്. അതിറങ്ങി നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു പഞ്ചതീർത്ഥ കുളമാണ്. പഞ്ചതീർത്ഥ കുളത്തിൻ്റെ നടുക്കായിട്ട് ഒരു കല്ല് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ 2 കാൽപാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് ശ്രീരാമൻ്റെ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് പഞ്ചപാണ്ഡവന്മാരെ നിർമ്മിച്ച ഒരു തീർത്ഥക്കുളമാണ് എന്നും ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ശ്രീരാമൻ്റെ കാൽപാദങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും. അത് ഇപ്പം പുതിയതായിട്ട് മോൾഡഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അത് ശരിക്കും ഒരു പാദങ്ങൾ ഇങ്ങനെ അമർന്ന് എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് അതിങ്ങനെ
മോൾഡ് ചെയ്തിട്ട് കാല് പോലെയൊക്കെ ആക്കി വച്ചിരിക്കുന്നതാണ്. പണ്ട് ശരിക്കും കാൽപാദങ്ങളുടെ ഒരു ഇംപ്രഷൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും മുന്നോട്ട് നടന്ന് കുറച്ച് കഠിനമായിട്ടുള്ള വഴിയാണ്. പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കല്ലുകളും പാറകളും ഒക്കെ ഉള്ളതിന് മേളിൽ കൂടെ നടന്നിട്ടാണ് പിന്നീടുള്ള നമ്മുടെ യാത്ര. അങ്ങനെ കുറേ നടന്നെത്തുമ്പോഴാണ് നമ്മൾ പാപനാശിനിയിലോട്ട് എത്തുന്നത്. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ദിവസം പാപനാശിനിയിൽ ബലിയിടാൻ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പാപനാശിനിയിലെ ബലികർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ നമുക്ക് വേറൊരു അമ്പലത്തിലോട്ടുള്ള ഒരു വഴി അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതാണ് ഗുണ്ടിക ക്ഷേത്രം. അതൊരു ശിവക്ഷേത്രമാണ്. ഒരു ഭയങ്കര പഴയ ഒരു ഗുഹാക്ഷേത്രവുമാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഈ കരിങ്കൽ ഗുഹാക്ഷേത്രത്തിലോട്ടുള്ള വഴി വളരെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വഴി തന്നെയായിരുന്നു. പ്രോപ്പർ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കല്ലുകളൊക്കെ ആയിട്ടുള്ളൊരു വഴിയാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു എന്താ പറയുക, നാച്ചുറലി ഡിവൈൻ എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി ഇതാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ബിൽഡ് ചെയ്ത പോലെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം ഇവിടെ നമുക്ക് ഒത്തിരി കല്ലുകൾ ഇങ്ങനെ പെറുക്കി വെച്ചേക്കുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്തൊരു ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കല്ലുകളൊന്നും പെറുക്കി വെക്കരുത്. നമ്മൾ യൂഷ്വലി കാണില്ലേ 3 കല്ലുകൾ അല്ലെങ്കിൽ 4 കല്ല് ഒരു കല്ലിൻ്റെ മേളിലാക്കി വെക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ ഒരു ബോർഡ് അവിടെ കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് ഗുണ്ടിക ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ഒരു പാറക്കെട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കുള്ളിലൊരു എന്താ പറയുക, ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അടുത്തൊരു ശിവലിംഗമുണ്ട്. അത്രയാണുള്ളത്. പണ്ട് ഇതൊരു അവിടെ നിന്ന് അങ്ങോട്ട് തുരങ്കം പോലെ ഒരു ഗുഹയായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം അത് അടഞ്ഞു പോയി. ഇപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ വരെ പോയിട്ട് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ വേറെ എവിടെയോ കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട ഒരു പോലത്തെ ഒരു ഫീലാണ് അതിൻ്റെ അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ടൊരു റിലേഷനുണ്ട്. പണ്ട് ഇവിടുന്ന് കൊട്ടിയൂർക്ക് പോകാനായിട്ടുള്ള ഒരു ഈസി വേ ആയിരുന്നു ആ ഒരു ഗുഹ എന്നൊക്കെയാണ് നമ്മുടെ ഐതിഹ്യത്തിലൊക്കെ ഉള്ളത്. അപ്പം അതാണ് ഗുണ്ടിക ക്ഷേത്രം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ച് തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം രാവിലെ എത്രയായിട്ടും ആ ഒരു മഞ്ഞും ആ മലയിലൊക്കെ ഫുൾ മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു നമുക്ക് അവിടുന്ന്. അപ്പം നമുക്ക് ഈ അമ്പലത്തിൽ തന്നെ എല്ലാ ഭക്തർക്കും നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ്. പോരുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. നല്ല പാഡി ഫീൽഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹാർവസ്റ്റ് എടുത്തിട്ടുള്ള ഒത്തിരി ഫീൽഡുകൾ നമ്മൾ കണ്ടു. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയാണ് തിരിച്ചു വന്നത്.
വരുന്ന വഴിക്ക് നമ്മളൊരു ഹോഴ്സ് ഫാമും കൂടെ കണ്ടു. അവിടെ പോയിട്ട് കുറേ കുതിരകളെയൊക്കെ കണ്ടു. അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കുതിരകളെ. അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെയുണ്ട്. ജസ്റ്റ് ന്യൂലി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോഴ്സിനെയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഹോഴ്സിന് അവർ കൊടുക്കാനുള്ള ഫുഡുകളൊക്കെ മറ്റേ കടലേൻ്റെ ആ ഒരു ചെടീൻ്റെ ഇല ഉണക്കിയിട്ട് അത് കട്ട് ചെയ്താണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. തിരുനെല്ലി ക്ഷേത്രവും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് and support my video. Okay, bye bye, see you next vlog.